ശിവാനി അവന്റെ കാല് പിടിച്ചത്? സ്വർണവും കൊടുത്തിരിക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വീട്ടിൽ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് വന്ന് ശിവാനി അവന് കൊടുക്കണമെങ്കിൽ അവള് ചെന്ന് പെട്ടിരിക്കുന്നത് ഒരു വലിയ കുരുക്കിൽ തന്നെയാണ്. ശിവാനി ആ പയ്യന്റെ മുമ്പിൽ കിടന്ന് യാചിക്കുകയായിരുന്നു. കാല് പിടിച്ചപേക്ഷിച്ചിട്ടും അവരെന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അവര് പറഞ്ഞതൊന്നും എന്റെ കേട്ടില്ലേ? അത്ര അടുത്തേക്ക് ചെല്ലാൻ പറ്റിയില്ല. എന്നെ കണ്ടാ ഇനി അതൊരു പ്രശ്നാവില്ലേ? അവന് മുന്നിൽ ശിവാനി യാചിക്കണമെങ്കിൽ അവൾ എന്ത് കുരുക്കിൽ അലുക്കി ചെന്ന് പെട്ടിട്ടുണ്ടാവുക? ശിവാനിയെ ഭീഷണിപ്പെടുത്താൻ പാകത്തിൽ എന്തോ ഒന്ന് അവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണല്ലോ പെൻഡ്രൈവ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയത്. നമ്മുടെ കയ്യിൽ കിട്ടിയ പെൻഡ്രൈവിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നീ പറഞ്ഞതുപോലെ അവന്റെ കയ്യിൽ എന്തോ ഉണ്ട് നിധി. അതിന് വല്ല വൾഗർ വീഡിയോ മറ്റോ ആണോന്നാ എന്റെ പേടി. ഏയ്, കുശുമ്പും കുഞ്ഞായ്മയും കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടെങ്കിലും അത്തരം മോശം സ്വഭാവമുള്ള ഒരു പെണ്ണല്ല ശിവാനി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അത് പ്രണവിനെയും ഈ കുടുംബത്തെയും ബാധിക്കുന്ന എന്തോ ഒന്നാണ്. ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല. ഇപ്പൊ തന്നെ DCP മായ തെരേസ വിളിച്ച കാര്യം പറയണം. രാത്രി തന്നെ അവനെ അങ്ങ് പൊക്കും. ഗൗതം, അതൊക്കെ ഒന്നുകൂടൊന്ന് ആലോചിച്ചിട്ട് മതി. അമലിന്റെ കയ്യിലുള്ള രഹസ്യം എന്താണെന്ന് നമുക്കറിയില്ല. അതിനി പ്രണവിനെ കൂടി ബാധിക്കുന്ന ഒന്നാണെങ്കിൽ അത് മോശമല്ലേ? ഇവള് കാരണം പ്രണവിന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായാൽ എന്ത് ചെയ്യും? പ്രണവിനെ ബാധിക്കുന്ന കാര്യമാണെന്നതിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ടായിരിക്കുമല്ലോ പെൻഡ്രൈവ് പ്രണവിനെ കാണിക്കുമെന്നും പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തിയത്. എന്തായാലും ഇതിനൊരു തടയിട്ടേ പറ്റൂ. അല്ലെങ്കിൽ ശിവാനി ഒരുത്തി കാരണം ഈ കുടുംബം കുളം തോണ്ടും. ശിവാനി അമൽ ഭീഷണിപ്പെടുത്തുന്നു. അമ്മയെ ശിവാനി എന്തോ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. നമ്മൾ അറിയാത്ത എന്തൊക്കെയോ കളികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതെ, നേരെ ഒരുപാടായി. നമ്മളിങ്ങനെ മാറി നിന്ന് സംസാരിച്ചാലേ ശിവാനിക്കും പാർവതിക്കൊക്കെ അത് സംശയമാവും. ഞാൻ എന്തായാലും അമ്മയൊന്ന് കാണട്ടെ. നിർമ്മല, നിധി, പിന്നെ ഗൗതം, ഈ മൂവർ സംഘം എനിക്കെതിരെയാ നീങ്ങുന്നത്. ഈ പോക്ക് പോയാ ഈശ്വരമംഗലത്ത് എനിക്ക് അധികം ആയുസ്സുണ്ടാവില്ല. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ചേർന്ന് ഒറ്റ ചെക്ക് വച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ എൻ്റെ ചീട്ട് കയറും. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. ഇനി എന്റെ മുമ്പിൽ അമ്മ ഇങ്ങനെ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് വെക്കരുത്. നിന്നോട് പറയാൻ പാകത്തിലുള്ള ഒരു രഹസ്യം എന്റെ ഉള്ളിലില്ല. മര്യാദക്ക് ഇറങ്ങിപ്പോ ചെല്ലേ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഓരോ ദിവസം കഴിയും തോറും ഈശ്വരമംഗലം വീട് അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലെ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ രഹസ്യങ്ങൾ. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെയാ പെരുമാറുന്നത്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് സത്യത്തിൽ എനിക്ക് പേടി തോന്നുക. ഇനി അമ്മ എന്നോട് സത്യം പറയാതിരുന്ന അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വെറും പ്രശ്നങ്ങളല്ല, ദുരന്തങ്ങളായിരിക്കും ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. ഇനിയെങ്കിലും അമ്മ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുന്ന ആ രഹസ്യം എന്നോടൊന്ന് തുറന്നു പറയൂ. ഞാൻ സഹായിക്കാം, പരിഹാരം ഉണ്ടാക്കാം. എന്റെ ഉള്ളിൽ ഒരു രഹസ്യമില്ല, എനിക്കൊരു സഹായവും വേണ്ട. ഇപ്പൊ ഇവിടുന്ന് ഒന്ന് ഇറങ്ങി തന്നാ മാത്രം മതി. പറഞ്ഞില്ല, എനിക്കൊന്ന് ഉറങ്ങണം. അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിയാലേ എന്നേക്കുമായി ഈ വീട്ടിലെ എല്ലാവരുടെയും ഉറക്കം ഇനി അങ്ങോട്ട് ഇല്ലാതാവും. അമ്മയെ ഭീഷണിപ്പെടുത്തുന്നത് ശിവാനി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഞാൻ രണ്ടാമതായി ഊഹിക്കുന്നത് അവൾ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നത് ഗൗതമിന്റെ ജന്മരഹസ്യം കണ്ടുപിടിച്ചിട്ട് തന്നെയാണെന്നാണ്. ശരിയല്ലേ? അങ്ങനെയൊന്നുമില്ല. ഗൗതം എന്റെ മകനല്ല എന്ന കാര്യം വസുന്ധരയ്ക്കും നിനക്കും അല്ലാതെ വേറെ ഒരാൾക്കും അറിയത്തില്ല. ശരി, സമ്മതിച്ചു. ആരും ഒന്നും
ഒന്നും പറഞ്ഞ അമ്മയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നില്ല. എങ്കിൽ പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, വിശന്നു വന്ന എന്നെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതെ എഴുന്നേൽപ്പിച്ച് വിട്ടതും, ശിവാനിയെ തല്ലാൻ ഞാൻ പറഞ്ഞെന്ന അമ്മ കള്ളം പറഞ്ഞതും, ആ പഴി മനഃപൂർവ്വം എന്റെ തലയിൽ കെട്ടിവെച്ചതുമൊക്കെ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നു. അമ്മയുടെ മനസ്സിൽ എന്നോടുള്ള അറപ്പും വെറുപ്പും പകയൊക്കെ തീർക്കാനാണോ ഓരോ നിമിഷവും എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഇത്രയും കാലം ഒരു പെറ്റമ്മയുടെ സ്നേഹത്തോടെ എന്നെ ഈ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് മോളെന്ന് വിളിച്ചത് അഭിനയമായിരുന്നു. അമ്മയ്ക്ക് എന്നോട് യാതൊരു ഇഷ്ടവും ഇല്ലെങ്കിൽ നിന്നെ ഒരിക്കലും മകളായി കണ്ടിട്ടില്ലെന്ന് തലയിൽ കൈവച്ച് സത്യം ചെയ്തു തരാമോ? വെറുതെ അങ്ങ് സത്യം ചെയ്താ പോരാ, ഗൗതമിനെ പിടിച്ച് എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യണം എന്നോട് വെറുപ്പാണെന്ന്. ചെയ്യാം. എന്തിനാ മടിക്കുന്നത്? സത്യം ചെയ്യാം. ചെന്ന് കഥവ് തുറക്ക. ഈ ആ സമയത്ത് വന്ന് വിളിച്ചതിന് ആന്റി എന്നോട് ക്ഷമിക്കണം. ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല ആന്റി. അതുകൊണ്ട് ഈ നേരത്തെ ഞാൻ വന്നേ. ഇനി എന്തായാലും നാളെ പറയാം. നീ പോകാൻ നോക്ക് ശിവാനി. ഷേ, തുനിഞ്ഞിറങ്ങിയ തിരിച്ചു പോകുന്ന സ്വഭാവം ശിവാനിക്കില്ല. മാറാന്റി. ആ വേണ്ട, നമുക്ക് എന്തായാലും നാളെ സംസാരിക്കാം. ഇതൊരു കുഞ്ഞു മാറ്ററാ. ഏൽപ്പിക്കുന്ന പണി ഇപ്പൊ തന്നെ തീർത്തിട്ട് ആന്റി സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ. വിഷയം സിമ്പിളാ. ആന്റിയുടെ ഫോൺ എടുത്ത് ഗോപികളുടെ നമ്പറിലേക്കൊന്ന് ഡയൽ ചെയ്യാം. എന്നിട്ട് നാളെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ പറയണം. വേറൊന്നിനുമല്ല, അങ്കിളിന്റെ ആന്റിന്റെ പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും ബിസിനസ്സും ഒക്കെ നാളെ തന്നെ എന്റെ പ്രണവിന്റെ പേരിൽ എഴുതി വെക്കണം. എന്റെ ആന്റി ഒന്നും പറയാത്ത? ശിവാനി, എന്തായാലും നമുക്ക് നാളെ സംസാരിക്കാം. അങ്കിളിനെ വിളിക്കുക എന്ന് പറയുന്നത് ഇന്ന് ഇപ്പൊ ആന്റി ചെയ്യേണ്ട കാര്യമാണ്. അത് നാളെ സംസാരിച്ചാൽ എങ്ങനെ ശരിയാവും? ശിവാനി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒരു പ്ലീസും ഇല്ല. നാളെ ഗോപിയങ്ങൾ ഇവിടെ എത്തിയിരിക്കണം. നാളെ തന്നെ സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ എന്റെ പ്രണവിന്റെ പേരിൽ നടക്കുകയും വേണം. അത് ചെയ്തില്ല എങ്കിൽ പിന്നെ ഞാൻ വൈകിപ്പിക്കൂലേ. ഗൗതം അനാഥനാണെന്നുള്ള സത്യം ഗൗതം ഉൾപ്പെടെ എല്ലാവരെയും അറിയിക്കും. ഇപ്പൊ തന്നെ വിളിക്കണം അങ്കിളിനെ. എന്നിട്ട് ആളോട് വരാൻ പറയും. ഇത് തെറ്റിയാൽ അറിയാലോ, ബോംബ് പൊട്ടും നാളെ ഈശ്വരമംഗലത്ത്. ഗുഡ് നൈറ്റ്. അപ്പൊ ഞാൻ ഊഹിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ, അല്ലേ? അമ്മയ്ക്കിത് നേരത്തെ എന്നോട് പറയാമായിരുന്നില്ല. ഈ മനസ്സ് വേദനിക്കാതെ ഞാൻ ചേർത്ത് പിടിക്കില്ലായിരുന്നു, കൂടെ നിൽക്കില്ലായിരുന്നു. എന്തിനാ ഇങ്ങനെ തനിച്ചുരുകിയത്? ഇല്ല, എന്റെ അമ്മയെ ഞാൻ സങ്കടപ്പെടാൻ വിടില്ല. അമ്മയെ രക്ഷപ്പെടുത്താൻ ഞാൻ എന്തും ചെയ്യും.
എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാൻ പലവട്ടം ഞാൻ നാവെടുത്തതാ മോളെ. പക്ഷെ പേടിയായിരുന്നു എനിക്ക്. നീ എന്തെങ്കിലും എന്നോട് ചോദിച്ചു പോയാ ശിവാനി എല്ലാം വിളിച്ചു പറയുന്നുള്ള പേടിയാ. എനിക്ക് പറ്റിയില്ല. അമ്മ ഇനി കരയരുത്. കരയാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ കഷ്ടകാലം അടുത്തമ്മ. അതിനുള്ള വഴികൾ അവൾ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അമ്മ സമാധാനമായിട്ടിരിക്കെ, സമാധാനത്തോടെ കിടന്നുറങ്ങ. ഇതെനിക്ക് ഒറ്റയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായല്ലോ ഭഗവാനെ.